ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കാണുന്നത് യേശുക്രിസ്തുവിൽ കൂടിയാണ്. യേശുക്രിസ്തുവിലായതുകൊണ്ടാണ് നമുക്ക് ശിക്ഷാവിധിയില്ലാത്തത്. പക്ഷെ യേശുക്രിസ്തു നമ്മിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? യേശുക്രിസ്തു നമ്മിൽ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലോകം ഇനി നമ്മളെ കാണുന്നത് നമ്മളിൽ വസിക്കുന്ന യേശുക്രിസ്തുവിൽ കൂടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നേരെ അന്നേരം തന്നെ മരിച്ചു സ്വർഗത്തിലേക്ക് പോവുകയല്ല. ആ വ്യക്തി ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇവനെ കാണണം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറയാൻ എളുപ്പമാണ്. പക്ഷേ ആൾക്കാര് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഐഡന്റിഫൈ ചെയ്യുന്നത് അവനിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നവരാണ്. ഇത് ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ യേശുക്രിസ്തു മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ വാക്യം.